മാലിന്യമുക്തം ഹരിത കേരളം എന്ന് വിളിച്ചു പറയുന്നതിനുമപ്പുറം അങ്ങനെയായി മാറാൻ നമ്മൾ ഓരോരുത്തർക്കും എന്തു ചെയ്യാൻ കഴിയും എന്നതിനുള്ള ഉത്തരമാണ് അന്നൂർ പടിഞ്ഞാറേക്കരയിൽ ശ്രീരാഗത്തിലെ ദാമോദരന്റെ വീട്. റോഡരികിലുള്ള വീടിന്റെ മുൻവശം കാട് നിറഞ്ഞും വഴിയെ പോകുന്നവർ വലിച്ചെറിയുന്ന മാലിന്യം നിറഞ്ഞും കിടക്കുന്നതാണ് നമ്മുടെ പതിവ് കാഴ്ച. അതിൽ നിന്നും വ്യത്യസ്തമായി വീടിന് മുൻവശത്തെ റോഡരികിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ദാമോദരേട്ടൻ. വീടും പരിസരവും എപ്പോഴും ശുചിയാക്കി വെക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായാണ് റോഡരികും വൃത്തിയാക്കാൻ തുടങ്ങിയത്. നന്നായി വെയിൽ കൊള്ളുന്നതിനാൽ ചെടികൾ വെച്ച് പിടിപ്പിക്കാമെന്ന ആശയം തോന്നി. ഇപ്പോൾ വീടിന് മുൻവശം നിറയെ ചെടികൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ണിന് കുളിർമയേകുന്നു. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചാൽ ഒരു പരിധിവരെ വീട് മാത്രമല്ല റോഡും ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കും. ദാമോദരേട്ടനെ പോലെ അതിനുള്ള മനസ്സും പ്രയത്നവും ഉണ്ടാകണമെന്ന് മാത്രം. മാലിന്യമുക്ത കേരളം, ഹരിത കേരളം സൃഷ്ടിക്കാൻ അതിലൂടെ നമുക്കും പങ്കാളിയാവാം. വീടും പരിസരവും എപ്പോഴും ശുചിയാക്കി വെക്കണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായാണ് ഞാൻ വീടിൻ്റെ മുമ്പിലുള്ള റോഡിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. മരങ്ങളുടെ നിഴല് കാരണം വെയിലേൽക്കാത്തതിനാൽ ചെടികൾ പറമ്പിനുള്ളിൽ വളരുന്നുണ്ടായിരുന്നില്ല. അത് പുറത്ത് വെച്ചതോടെ ചെടികളെല്ലാം നല്ലപോലെ വളർന്ന് പുഷ്പിച്ചിരിക്കുന്നു. അതുപോലെ എല്ലാവരും